So hello guys, welcome back to another video. We are going to play a horror mode. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന മോഡിൻ്റെ പേരാണ് പറഞ്ഞുതരാം. എനിക്ക് ആദ്യം കുറച്ച് മൈനയുണ്ട്. സോ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്ന മോഡിൻ്റെ പേരാണ് പേര് എന്തോ പേരുണ്ട്, പക്ഷെ ഒരു വലിയ ക്രീച്ചറാണ്. അതിൻ്റെ 1 ഷോട്ട് കില്ലാണത്. എനിക്ക് ചാലഞ്ച് ഇതാണ്, 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം എനിക്ക് ഇതിൻ്റെ കൂടെ സർവൈവ് ചെയ്യണം. 10 ദിവസത്തെ അത്രയും നല്ലത് പറയാം. അപ്പോൾ ആദ്യം നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, എന്നാലും ഇച്ചിരി സേഫാവുള്ളൂ. ഒരു മോഡ് കയറ്റാൻ മറന്നു അതാ. അപ്പോൾ എങ്ങനെയുണ്ട് ഗ്രാഫിക്സ് ഒരു മോഡ് കണ്ട പുല്ലൊക്കെ. പക്ഷേ നമുക്ക് പെട്ടെന്ന് കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൂൾസ് ഉണ്ടാക്കണം. സ്റ്റോണിൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ടൂൾസ് ഉണ്ടാക്കിയാണ് വില്ലേജ് തപ്പാൻ പോകണം. എവിടെയെങ്കിലും ഉണ്ടാവും അടുത്ത് വില്ലേജ് പറയുന്ന സാധനം. ഈ റിവർ ക്രോസ് ചെയ്ത് എവിടെയെങ്കിലും ഉണ്ടാവാം. ഐസ് റിവറിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടാവാൻ എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ വില്ലേജിലെത്തിയിരിക്കുന്നു. വില്ലേജിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ നമുക്കൊരു റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. സോ സർവൈവ് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് അവിടെ. ഇത് മുമ്പ് ഈ പന്നിക്കുട്ടനൊന്ന് കൊന്നു കളയാം. ഫുഡ് കിട്ടും കുറച്ച്. പന്നിക്കുട്ടൻ റിച്ചാണോ മീറ്റിൻ്റെ കാര്യത്തിൽ? നോക്കാം. അത്ര 3 മീറ്റ് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. കിട്ടിയാൽ മതി. പിന്നിട്ട് ആദ്യം ഇതൊന്ന് പ്ലാൻ ചെയ്യട്ടെ. ഓ, ഇത് അടിപൊളി വീട് കിട്ടെ. ഉണ്ടോ? ഒന്ന് കയറി നോക്കട്ടെ. എന്തുള്ളത്? ജസ്റ്റ് ഒരു കൂട കച്ചറ, വെറും വേസ്റ്റ്. പക്ഷെ ഒരു ബ്രെഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. ഓ ഷൂട്ട്. ഞാൻ ഇപ്പം കണ്ടത് എന്താണ്? ഈ ജീവി ഇപ്പം തന്നെ സ്പോണായി. ഞാൻ തീരുമോ എനിക്കൊരു സംശയം. കണ്ടാൽ ഞാൻ ചത്തു, ഉറപ്പിച്ചോ. എൻ്റെ മരണം ഉറപ്പാണ് ഈ ഗെയിമിൽ. ഒരു വട്ടം ചാവാൻ പറ്റുള്ളൂ എനിക്കിത്. ഹാർഡ് കോർ ഞാൻ കളിക്കുന്നത് കാരണം. വേറെ അവിടെ അത് കാണാനില്ല. എവിടെ എത്തിയത്? ഓ, മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കണു ഈ ബഗ ജന്തു. ഷോട്ട്, എനിക്ക് നല്ല പേടിയുണ്ട്. സോ അതാ നിൽക്കണു. ഇപ്പോൾ രാവിലെ എന്നിട്ടും പോയിട്ടില്ല അത്. ഇതാ അവിടെ നിൽക്കുന്നു മുകളിൽ. പോയാ നമുക്കെന്നാ ഇതാക്കാം. വെളിയിൽ പോയി നോക്കാം. പോയി ഓടാ കണ്ടാൽ മതി. ആ ഗോഡ് റേസ് അടിപൊളി ഇട്ടിട്ട്, അത്ര ഇല്ലെങ്കിൽ ഒരു ലോ ക്വാളിറ്റി ഷെയ്ഡിലാണ് അടിപൊളി ഇട്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്നാൽ ബെല്ലടിച്ചത്. ഓക്കെ, ഒന്നുമില്ല. ഇത് 2 ഫ്ലോർ ഉണ്ടല്ലോ. എവിടെ കയറി? ഞാൻ അറിയാണ്ട് പണി കൊടുത്താ വീടിന്. നമുക്ക് അങ്ങനത്തെ ഒരു വീട്ടിൽ സെറ്റാവും. ഹൈറ്റും ഉണ്ട്, അത്യാവശ്യം സ്ഥലം ഉണ്ടാവും വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വിചാരിക്കുന്നതെന്നല്ല, ഉണ്ട് കുറച്ച്. റെൻറ്റിന് വീടെടുത്ത പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് എന്തായാലും ഇടണം. സാമഗ്രിപ്പാടൊക്കെ എടുത്തിട്ട് പോവാം. ഇവിടുന്ന് നമ്മൾ വിട പറയണം. ഈ വീട് മതി, പെട്ടെന്ന് വീട്ടിൽ. സോ ഒരു വീട് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
ബ്രെഡ് 14 ബ്രെഡ്. റീസ്പോൺ പോയിന്റ്. നീ നല്ല ബേസാക്കി മാറ്റണം. ഓ 5 ബ്രെഡ് കൂടി ഓടിപ്പോയിട്ട് അത് ചെസ്സിൽ വയ്ക്കാം. 3 ബ്രെഡ് എടുക്കാൻ വേണ്ടിയിട്ട് അതായിരിക്കും നല്ലത്. ലോഡിങ്. സോ കുറച്ച് ലൂട്ടുണ്ട് വിചാരിക്കും. വേണിയും ഇവിടെയൊക്കെ ഞാൻ കയറി. സാൻഡ് മൈൻ ചെയ്യണം. അപ്പോൾ തിരിച്ചു പോവാം വില്ലേജിൽ ഓടിയിട്ട്. സാൻഡ് സ്മെൽറ്റ് ചെയ്യാൻ ഇടണം. അതിന് കോബിൾ സ്റ്റോൺ ഇല്ല എൻ്റെ കയ്യിൽ, 2 ഉള്ളൂ. പെട്ടെന്നുള്ള ഇത് വലിയ ഉപകാരമുണ്ടോ? ഇല്ല, എപ്പോഴത്തേക്കും യൂസ്ലെസ് ആണ് സാധനം. സോ കുഴി തോണ്ടാം പെട്ടെന്ന്. ആ ജീവി നിങ്ങൾ കണ്ടല്ലോ, നല്ല രസമുണ്ട്. സൈസ് ഭയങ്കര ചെറുത് അല്ലേ? നല്ല ചെറുത്, കുഞ്ഞി കുട്ടിയെ പോലെയുള്ളൂ ഇത് കാണാൻ. സോ നമ്മുടെ മൈനിങ് ഏരിയ. ഒരു ടോർച്ച് ആണല്ലോ. ടോർച്ച് എടുക്കുക, തൽക്കാലത്തേക്ക് എടുക്കുക. ഓഫ് ഹാൻഡിൽ പിടിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ടോർച്ചിൻ്റെ ഗ്ലിച്ചാട്ടോ ഇത്. ശരി, നമുക്ക് മൈൻ ചെയ്യാം. മൈനിങ് കഴിഞ്ഞു. കോളും കൂടി മൈൻ ചെയ്യാണ്ട് ഞാൻ പിന്നെ ആലോചിക്കുന്നു. പെട്ടെന്ന് മൈൻ ചെയ്യും. ഇപ്പോൾ രാത്രി ഞാൻ തീർന്നു, സത്യം പറയാം തീർന്നു. കാരണം ആ ജീവി രാത്രി സ്പോണാവുക. പെട്ടെന്ന് പോകണം എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ചാവും ഉറപ്പാണ്. ഓടാ കണ്ട മതി. വാ, ഫുഡ് കഴിയാൻ കണ്ട സമയം. ഒന്ന് ബാറുണ്ട് ഫുഡിൻ്റെ, നമുക്ക് കഴിക്കാം. ഓക്കെ, പെട്ടെന്ന് എത്താം. സോ ഒരു ഫർണസ് ഉണ്ടാക്കണം. ഈ സ്പോണാണ് സത്യം പറഞ്ഞ. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് അതിൻ്റെ ചെറുതായിട്ട്. ശരി, നമുക്ക് പെട്ടെന്ന് ഗ്ലാസ് എവിടെയോ ഉണ്ട്, അതെടുത്ത് എവിടെയോ സ്പോണായത്. ഞാൻ ഇച്ചിരി ഒന്ന് വൈകിട്ടില്ല കോള് മൈൻ ചെയ്തിട്ട് വരാൻ. ഞാൻ ചത്തിട്ടുണ്ടാവും. ഒന്നാമത് 1 ഷോട്ട് കില്ലത്, എൻ്റെ ഒരടിക്ക് ഞാൻ ചാവും. പെട്ടെന്ന് ആവൂല്ലത്. എവിടെ ഉള്ളത്? കാണണേ ഇല്ല ഇനി. നമുക്കൊരു ബേസ് റെഡിയാക്കണം. അതിനാണ് ഞാനിപ്പോൾ ഇതൊക്കെ സ്മെൽറ്റ് ചെയ്യണത്. ഗ്ലാസ് മുകളിൽ നിന്ന് കാണാൻ പറ്റും തോന്നുന്നു. ഇവിടെ ഇല്ല, കാണുമാനില്ല. നേരത്തെ ഉണ്ട്, സൗണ്ടൊക്കെ വരുന്നുണ്ട് എവിടെയാണെന്ന്, പക്ഷെ അറിയുന്നില്ല ഇതിന്. ഈ ബെഡ് ഇവിടെ കറക്റ്റ് അല്ല സത്യം പറഞ്ഞാൽ. നമുക്ക് കുറച്ച് നേരം എടുത്ത് മാറ്റണം. ഇത് പെട്ടെന്ന് പോയിട്ട് നോക്കായോന്ന്. 16 ഗ്ലാസ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് വിഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് സ്മെൽറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ ചുമര് 2 പൊളിക്കണം. ഇതിവിടെ ഗ്ലാസ് ഫിറ്റ് ചെയ്യണം. പെട്ടെന്ന് ഗ്ലാസ് എടുക്കുന്നു. നട്ടോ ഇവിടെ വയ്ക്കാൻ പറ്റില്ല. അത്രയും ഇവിടെ മാത്രമേ വയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഈ ബെഡ് എടുത്ത് മാറ്റുക, താഴെ പോയി വയ്ക്കുക.
അതായിരിക്കും നല്ലത്. എവിടെ വയ്ക്കും? ഇവിടെ വയ്ക്കല്ലേ? വെയിറ്റ്, എന്തോ ഒരു പണി കിട്ടിയ പോലെ ഒരു ഫീലിംഗ്. ഈ ബെഡ് ഇവിടെ വെക്കണമായിരുന്നോ? ഗൈസ്, അജീവിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പോയി അവിടെ പോയി കാണാമല്ലോ. ഓ ഷൂട്ട്, നോക്കതിൻ്റെ സൈസ്, ഒരു വീടിൻ്റെ വലിപ്പമുണ്ട്. 2 നില ബിൽഡിങ്ങിൻ്റെ. അപ്പം അവിടെ എത്തി. വലിയ ചോരപ്പല്ലും. അപ്പോൾ രാവിലെയായി, വെളിയിറങ്ങാം, സേഫാ. സോ കുറച്ച് ഫുഡ് ഗ്യാദർ ചെയ്യാം. ഇനി പണി തുടങ്ങണം എനിക്ക് പെട്ടെന്ന്. എൻ്റെ ബേസിൻ്റെ എന്തെങ്കിലും. ഓ, ചിക്കൻ. സോ വീടിൻ്റെ ഇത് തുടങ്ങി പണി. എന്തായാലും പെട്ടെന്ന് പണി തീർക്കണം. ഒന്ന് ഈ ട്രാപ്പ് ഡോർ പകുതി മുക്ക കോബിൾ സ്റ്റോൺ താഴെ വീണത്. സോ അത്യാവശ്യം പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ. നിലാവ് അടിപൊളി ഉണ്ട് കേട്ടോ. 3 കൗച്ചിൽ നിന്ന് ഇറങ്ങാൻ പറ്റും. സോ അത്യാവശ്യം വ്യൂ ഉണ്ട് നമുക്ക്. ഗ്ലാസ് ബെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ. സോ ഗ്ലാസ് ഉണ്ടാക്കണം കുറച്ചും കൂടി. ഗ്ലാസ് വെക്കണം. ആ ജീവൻ്റെ സൗണ്ട് ഒരു ക്രീപ്പി കേട്ടോ. ഇപ്പം വരുന്നുണ്ട് ആ സൗണ്ടൊക്കെ ചെറുതായിട്ട്. ഉണ്ടല്ലോ ഗ്ലാസ് ഇവിടെ തന്നെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ജീവൻ്റെ സൗണ്ട്? അടുത്ത സൈഡ് മെല്ലെ പോയ അത് കണ്ടു കഴിഞ്ഞാൽ വീട് പൊട്ടിക്കാൻ എനിക്ക് അറിയില്ല. പൊട്ടിക്കാൻ ചാൻസ് ഉണ്ടാവും. എന്താ ക്ലിയർ ഗ്ലാസ്സിൽ ഔട്ട്ലൈനിങ് കൂടി ഉണ്ടെങ്കിൽ അടിപൊളിക്കും. കുറച്ചും കൂടി മൈൻഡ് ആ ജീവിൻ്റെ സൗണ്ടും കേൾക്കണു. എനിക്കത് പേടിയാവുന്നു. പെട്ടെന്ന് നോക്കിയാൽ രണ്ടെണ്ണത്തിൻ്റെ പൊട്ടിച്ച് വരും. ശരി, ഇനി കുഴപ്പമില്ല. ഇവിടെ വരാം. ഗ്ലാസ് അതിൻ്റെ മുമ്പ് ഇതൊന്നും വയ്ക്കാം. മുകളിൽ കോക്കലാണ്. ഇവിടെയും പില്ലർ വയ്ക്കണം. സോ എനിക്കതല്ലേ അത്. ആ ജീവി ഇവിടെ ഞാൻ പണിയുന്ന കണ്ട ഞാൻ അതാ അവിടെ നിൽക്കുന്നുണ്ട്. വെക്കണ ഇപ്പോൾ പണി നടത്തണ സംശയം. ഇവിടെ ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ചിലപ്പോൾ കണ്ണ് കാണില്ല. ഇനി കണ്ണാണത്തെ പൊട്ടനായാൽ മതി. അത് പെട്ടെന്ന് വയ്ക്കുക. പണി തീർക്കണം പെട്ടെന്ന് എനിക്ക് ഈ ഇതിൻ്റെ. അല്ലെങ്കിൽ പണി 8ൻ്റെ കിട്ടും എനിക്ക്. നല്ല മോഡേൺ ഹൗസാണ്. അതിൻ്റെ മുമ്പ് ഈ ഒരു ഭാഗം കൂടി വയ്ക്കട്ടെ. 1 2 3 4 5 6 7 8 9 10 11 12ാമത്തെ ആളുണ്ട്. ഓക്കെ, ഒരു ഗ്ലാസ് ബാക്കി. സോ ടോർച്ച് വയ്ക്കണം. അത് 3 എടുത്തിന് വെച്ച്. എന്തായാലും ഒരു ഗ്ലിച്ചാണ് തോന്നുന്നു. വെയിറ്റ്, ഞാൻ ഇപ്പം എന്താ കണ്ടത്? ഓ ഷൂട്ട്, ഇത് മരത്തിൻ്റെ മുകളിലാണോ കുരങ്ങച്ചാരൻ സ്പോണാവുന്നത്? ഇവിടെ ഉണ്ട് ഇപ്പം അടുത്ത മരത്തിൻ്റെ മുകളിൽ. നോക്ക്, സോ ക്രീപ്പി. എനിക്ക് എന്താ അറിയില്ല, ഇച്ചിരി ഫിയർ വരുന്നുണ്ട്. നമുക്ക് നടുവിലായിട്ട് വയ്ക്കുക ടോർച്ച്. ഇവിടെ വയ്ക്കുക. കറക്റ്റ്. സോ ഇനി ഇവിടെ ഒരു വിൻഡോ വയ്ക്കാം. ഒരു ഗ്ലാസ് ഉണ്ട് വെച്ചു. വെയിറ്റ്,
അവിടെ വയ്ക്കാം, ഒരു ബ്ലോക്ക് വയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, അതവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ നിരീക്ഷണ സ്ഥലം. വെളിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫ്ലോർ മുകളിലാക്കിയിട്ട്, കാരണം ഇവിടെ ഒന്നും കാണില്ല, മരം മറയുന്നു. ഇവിടെ ഒരു ടോർച്ച് വെക്കണം, എന്നാൽ കറക്റ്റാണ്. ഒരു ടോർച്ച് നമ്മുടെ കയ്യിലുണ്ട്. ആക്ച്വലി ടോർച്ച് ഇവിടെ വയ്ക്കണ്ട, വേറെ എവിടെ നിന്ന് നോക്കാം. ഇവിടെ മുകളിൽ എവിടെയും വയ്ക്കാൻ സ്ഥലമില്ല. ഓർഡർ ഗ്ലാസ് ശരിക്കും വേസ്റ്റ് ആട്ടോ. ഇവിടെ വയ്ക്കാം. എവിടേക്കാണ് ഇത് വരുന്നത്? ചുറ്റും വരുന്നുണ്ട് ഈ സാധനം. ഇത് കാണില്ല തോന്നുന്നു ഇവിടുന്ന്, പക്ഷെ നോക്കുന്നുണ്ട്, തിരിയുന്നുണ്ട് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ. ഞാൻ കാണുന്നുണ്ട്, പക്ഷെ അത് അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല. സോ ഇതാണ് ഈ വില്ലേജറുണ്ട് എനിക്ക് ഞാൻ അത്ര വലിയ പേടിത്തോണ്ടിരുന്നില്ല. ഞാൻ അടിച്ച് കൊല്ലാൻ പോകുന്നു. സർവൈവ് ചെയ്താൽ മതി എനിക്ക്. എവിടെ ഉണ്ടാവും ഇത്? ഞാനതിനെ ഹണ്ട് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ പേടിയത് അതിനെ ആണത്തുണ്ടെങ്കിൽ വരാൻ പറ. വന്നാ ഞാൻ തീർന്ന്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. സോറി. അതാ നിൽക്കുന്നത് അവിടെയുള്ള മരത്തിൻ്റെ മുകളിൽ. ശരി, നമുക്ക് പോവാം. എനിക്ക് ആണത്തുണ്ട് നല്ല. ഞാൻ പേടിക്കത്തില്ല, ഞാൻ പെണ്ണല്ല, ഞാൻ ആണാണ്. ആണത്തുണ്ടെങ്കിൽ വടാച്ച ഞാനൊന്നും പറഞ്ഞില്ല. സോറി. ഞാൻ ചാവും. സത്യം പറഞ്ഞാൽ ചാവും. സർവൈവ് ചെയ്താൽ മതി. അണ്ണാ ഞാനൊന്നും പറഞ്ഞില്ല. സോറി. എനിക്ക് ആണത്തുണ്ട്, എനിക്കറിയാം. ഞാൻ നിന്നെ അടിക്കണം. നിന്നെ 2 അടിയും 3 അടിയും കൊടുക്കണം. എന്നാലേ എനിക്ക് ആണത്തുണ്ടാവുള്ളൂ. ഓടറ അവിടെ നിന്ന് ഓടിപ്പോയി. പോയി. അതിൻ്റെ കൂടെ ഒരു വിച്ചിന് തന്നിട്ട് പോയി. എന്നെ അടിച്ചു കൊടുക്കണം വിച്ച്. ഞാൻ ജയിച്ചു കേട്ടോ ഈ കളി, കാരണം ഞാൻ ചത്തില്ല, ഒരു വട്ടം പോലും ചത്തിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.